ലോൺ ആപ്പ് വഴി രാജ്യത്ത് നിന്ന് തട്ടിയെടുത്ത പണത്തിന്റെ മുക്കാൽ പങ്കും എത്തിയത് സിംഗപ്പൂരിൽ. തട്ടിപ്പിന്റെ സൂത്രധാരൻ സിംഗപ്പൂർ പൗരൻ കെ മുസ്തഫ കമാൽ എന്ന നിഗമനത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. എല്ലാം ചെയ്തത് മുസ്തഫ കമാലിന്റെ നിർദ്ദേശപ്രകാരമെന്നാണ് അറസ്റ്റിലായവരുടെ മൊഴി. നിതിൻ അംബുജൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നിതിൻ, എന്താണ് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കൂടുതലായി വ്യക്തമാവുന്നത്? സിംഗപ്പൂരിലേക്ക് പണം പോയതെങ്ങനെ? ഈ അറസ്റ്റിലായവരിൽ നിന്ന് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ എന്താണ് നിതിൻ അംബുജൻ? റിജിത്ത്, പലരെയും മരണത്തിലേക്ക് തള്ളിവിട്ട ഒരു സംഭവങ്ങളാണ് നമുക്ക് സംസ്ഥാനത്ത് കഴിഞ്ഞ ഏതാനും നാളുകളായി നമ്മൾ കണ്ടതാണ്. ലോൺ ആപ്പുകളുടെ ഭീഷണി മൂലം അതിനുശേഷം പലയിടങ്ങളിലും സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ പോലീസ് കേസെടുത്തിരുന്നു. ഈ കേസിന്റെ എല്ലാം തന്നെ ചൂടുപിടിച്ചാണ് ED ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിച്ചത്. രാജ്യാന്തര വേരുകളുള്ള തട്ടിപ്പ് സംഘത്തിലെ കണ്ണികളായ 4 തമിഴ്നാട്ട് സ്വദേശികളെ കഴിഞ്ഞ ദിവസം ED അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ഇതിൽ മറ്റ് കൂടുതൽ ബന്ധങ്ങൾ സംബന്ധിച്ച് EDക്ക് വിവരം ലഭിച്ചത്. രാജ്യത്ത് നിന്ന് തട്ടിയെടുത്ത പണത്തിന്റെ മുക്കാൽ പങ്കും എത്തിയത് സിംഗപ്പൂരിൽ നിന്നാണ്. തട്ടിപ്പിന്റെ സൂത്രധാരൻ സിംഗപ്പൂർ പൗരനായ കെ മുസ്തഫ കമാൽ നിഗമനത്തിലാണ് ED ഉള്ളത്. മുസ്തഫ കമാലിനെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം നിലവിൽ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷത്തിനിടെ ഏതാണ്ട് 1650 കോടി രൂപ ഈ സംഘം തട്ടിയെടുത്തു എന്നാണ് EDയുടെ പ്രാഥമിക കണ്ടെത്തൽ. എന്തായാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊച്ചിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. 2024 ജൂണിൽ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം 8 മാസം പിന്നിടുമ്പോഴാണ് ഇത്തരത്തിൽ തട്ടിപ്പ് സംഘത്തിലെ ഏതാണ്ട് 4 പേരെ പോലീസ് EDക്ക് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചത്. എന്തായാലും മുസ്തഫ കമാൽ എന്ന സിംഗപ്പൂർ പൗരന് കൃത്യമായ പങ്ക് ഉണ്ടെന്ന നിഗമനത്തിൽ തന്നെയാണ് ED നിലവിൽ ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. സിംഗപ്പൂരിലേക്ക് പണം എത്തിയത് ഷെൽ കമ്പനികൾ മുഖേന എന്ന നിഗമനത്തിൽ തന്നെയാണ് നിലവിൽ ഇപ്പോൾ ED ഉള്ളത്. എന്തായാലും ഈ തമിഴ്നാട് സ്വദേശികളായ 4 പേരെ വിശദമായി ചോദ്യം ചെയ്ത് വരികയാണ്. ശരി, തട്ടിപ്പിന്റെ സൂത്രധാരൻ സിംഗപ്പൂർ പൗരൻ